കെ.പി.സി.സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനം. ഡൽഹിയിൽ കെ.പി.സി.സി ഭാരവാഹികൾ നടത്തിയ പ്രാഥമിക ചർച്ചയിലാണ് ഈ തീരുമാനം. അതിനിടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി കെ.പി.സി.സി ഭാരവാഹികൾ ഉടൻ കൂടിക്കാഴ്ച നടത്തും. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഈ തർക്കങ്ങൾ ഉള്ളിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയും പരിഹരിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് ഒരു മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ ഇനി എന്തൊക്കെ നടപടികൾ എടുക്കാനാണ് തീരുമാനം? ഈ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം നിഷേധിക്കുന്നുണ്ട്. തർക്കങ്ങളൊന്നും തന്നെ അങ്ങനെ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് കെ.പി.സി.സി ഭാരവാഹികൾ പറയുന്നത്. ഇപ്പോൾ ഈ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ 10 ജൻപത്തിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള A.P. അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ യോഗം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായിട്ടാണ് പ്രാഥമിക കൂടിക്കാഴ്ച. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും കാണും. ഇതിപ്പോൾ ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ്, സൗഹൃദ സംഭാഷണം മാത്രമാണ് എന്നുള്ള കാര്യം നേതാക്കൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഉള്ളത് ഈ സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി തിരഞ്ഞെടുപ്പുകളെ നേരിടുക, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. രണ്ടിനും നേരിടുക, ശക്തമായി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിൽ ഈ രാഷ്ട്രീയകാര്യ സമിതി അത് പുനഃസംഘടിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം അത് ഇന്നലെ നടന്ന പ്രാഥമിക കൂടിക്കാഴ്ചയിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയകാര്യ സമിതി 2024 രൂപീകരിച്ചതിന് ശേഷം പത്മജ വേണുഗോപാൽ BJP-യിലോട്ട് പോകുന്നു. അതിനുശേഷം ശൂരനാട് രാജശേഖരൻ്റെ മരണം സംഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ പുതിയൊരു നേതൃത്വം വരുമ്പോൾ അടിമുടി മാറ്റമുണ്ടാകും എന്നുള്ള കാര്യമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു മാറ്റം രാഷ്ട്രീയകാര്യ സമിതിയിൽ വേണ്ട. ഇപ്പോഴുള്ള സംഘടന അത് മികച്ച തലത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചില പുനഃസംഘടനകൾ വരുന്നത് അല്ലെങ്കിൽ ചില നിയമനങ്ങൾ വരുന്നത് ഈ കെ.പി.സി.സി ട്രഷററെ നിയമിക്കും. അതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന DCC പ്രസിഡന്റുമാരെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തി അത്തരമുള്ള DCC തലങ്ങളിൽ പുനഃസംഘടന വരും. അതുപോലെയുള്ള ചില മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളില്ല, തർക്കങ്ങളില്ല എന്നുള്ള കാര്യം തന്നെയാണ് കെ.പി.സി.സി നേതൃത്വം പറയുന്നത്. ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയായിട്ടാണ് പ്രാഥമികമായിട്ടും ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും കാണും. ആ സമയം ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല. അവരുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ രണ്ട് കൂടിക്കാഴ്ചയും ഇന്ന് തന്നെ പൂർത്തിയാക്കിയ ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും കെ.പി.സി.സി നേതാക്കൾ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുക. ശരി അർജുൻ. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ചർച്ച